أعوذ بالله من الشيطان الرجيم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത് കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിൽ ഒരാൾക്ക് കൃത്യമായ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ പോകുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണോ നമുക്ക് ലഭിക്കാനുള്ളത് അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുക മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സ്വർഗം അത് നമുക്ക് ലഭിക്കാതെ പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീനിന്റെ നിയമനിർദ്ദേശങ്ങളിൽ, കൽപ്പനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കൽപ്പനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ദീനിന്റെ നെടുംതൂണാണത്. ഈമാനിന്റെ ഏറ്റവും അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണത്. ദുനിയാവിൽ അല്ലാഹുവിന്റെ സഹായവും സംരക്ഷണവും തുണയും പടച്ച റബ്ബിൽ നിന്നുള്ള എല്ലാ പ്രൊട്ടക്ഷനും ലഭിക്കാനുള്ള ഒരു നിമിത്തമാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികൾക്ക് നേരെയുള്ള എല്ലാവിധ ശർറുകളെയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തടയും എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, എല്ലാ നിലക്കും ദുനിയാവിലും പരലോകത്തും നമ്മെ ബാധിക്കാനിരിക്കുന്ന ശർറുകളെ സംരക്ഷിക്കാനും അള്ള പ്രതിരോധിക്കാനുമുള്ള ഏറ്റവും വലിയ സബബാണ് ഏറ്റവും നന്നായിട്ടുള്ള വിശ്വാസം, അത് ഈമാൻ, അത് ബലവത്താവുക എന്ന് പറയുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ താക്കോലായിട്ട് നിശ്ചയിച്ച കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു വാക്ക്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഉച്ചരിച്ചാൽ മാത്രം അയാൾ സ്വർഗത്തിൽ പോവുകയില്ല. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലയോട് ചോദിക്കപ്പെടുകയുണ്ടായി, ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, എങ്ങനെ പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതിന്റെ ഹക്ക് അത് നിർവഹിക്കുന്ന ഒരാൾക്കാണ് സ്വർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഹസൻ ബസരി റഹിമഹുല്ല വിഖ്യാതനായ ഫറസ്ദഖ് എന്ന കവിയോട്, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച് ഖബറടക്കി തിരിച്ചു പോരുമ്പോൾ ചോദിക്കുന്നുണ്ട്, മാ അഅദത്ത ലിഹാദൽ യൗം, ഇതുപോലത്തൊരു ദിവസം താങ്കൾക്കുമുണ്ടാകുമല്ലോ. ഭാര്യയെ ഖബറടക്കി തിരിച്ചു പോരുമ്പോൾ ഇതുപോലത്തൊരു ദിവസം താങ്കൾക്കുമുണ്ടാകുമല്ലോ, അതിനുവേണ്ടി താങ്കൾ എന്താണ് ഒരുക്കിയതെന്ന് ചോദിച്ചപ്പോൾ കവിയായ ഫറസ്ദഖ് പറയുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 70 സന, 70 വർഷമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട്, അതിൽ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഹസൻ ബസരി റഹിമഹുല്ല പറയുകയുണ്ടായി, താങ്കളുടെ എണ്ണത്തേക്കാൾ, എണ്ണം വലിയൊരു സംഭവമായിട്ട് എടുത്തു പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് താങ്കൾ പിന്നെ 70 കൊല്ലമായി അത് ഷഹാദത്ത് വരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് വലിയൊരു കാര്യം തന്നെ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾക്ക് വിരുദ്ധമാണ് താങ്കളുടെ പ്രവർത്തനം. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പതിവ്രതകളായ സ്ത്രീകളുടെ അഭിമാനത്തെ വെച്ച് പാട്ടുപാടുമ്പോൾ താങ്കളുടെ 70 കൊല്ലത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല എന്നാണ് ഹസൻ ബസരി റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പറഞ്ഞു, സ്വർഗത്തിന് അതിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതൊരു താക്കോലിനും അതിന്റെ പല്ലുകളുള്ളതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിനും
പല്ലുകളുണ്ട്. ആ പല്ലുകളാണ്, താക്കോലിന്റെ പല്ലുകളാണ് അതിന്റെ ശുറൂത്തുകൾ എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുട്ടിയാട്ടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടുന്നത് പോലെ, ഇടയ്ക്കിടയ്ക്ക് ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് പോലെ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട് എന്നതാണ്. ഷർത്തുണ്ടെങ്കിലേ മശ്റൂത്തുള്ളൂ എന്നത് നമുക്കറിയാം. അതായത് നമസ്കാരത്തിന് 9 ഷർത്തുകളുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഷർത്ത് വീണുപോയാൽ പിന്നീട് അയാളുടെ നമസ്കാരം ബാത്തിലാണ്. ഷർത്തുണ്ടെങ്കിലാണ് മശ്റൂത്താകുന്ന നമസ്കാരം ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹീഹായിട്ട് ഉച്ചരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണമെങ്കിൽ അതിന്റെ ശുറൂത്തുകൾ പാലിക്കപ്പെടണമെന്നുള്ളതാണ്. എന്താണ് സഹോദരന്മാരെ ശുറൂത്തുകൾ? ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ 7 ഷർത്തുകൾ, ചില പണ്ഡിതന്മാർ 8 ഷർത്തുകൾ ഇതിനെണ്ണിയിട്ടുണ്ട്. ആ ഷർത്ത് നമ്മിലെല്ലാവരിലും നാം സാക്ഷാത്കരിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഗുണപ്രദമായിട്ട് ഉപകാരപ്രദമായ നിലക്ക് അത് മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഇൽമാണ്. ജഹലിനെ ഇല്ലാതാക്കും വിധത്തിലുള്ള വ്യക്തമായ അറിവ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉണ്ടായിരിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ യാതൊരു വിധ ആരാധനയും അർഹിക്കുന്ന ഒരാളും തന്നെ ഇല്ല എന്നും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളും ദുർബലമാണ് എന്നും പടച്ചറബ് മാത്രമാണ് ആരാധനക്കർഹന എന്നുമുള്ള ആ നഫിയും ഇസ്ബാത്തും ശരിക്കും ബോധ്യപ്പെടണം. നെഞ്ചത്ത് കൈകെട്ടിവെച്ച് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലുന്നവന്റെ അരയിൽ ഏലസുണ്ട്. അവന്റെ മനസ്സിൽ മഹാന്മാരോടുള്ള വിശ്വാസമുണ്ട്. അവന്റെ ജോലിയും അവന്റെ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ അടുത്ത ആഴ്ച അജ്മീറിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. എന്താണ് അവൻ ഉരുവിടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നഅ്ബുദുക വലാ നഅ്ബുദു ഗൈറക. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിനക്ക് പുറമെ ഒരാളെയും ഞാൻ ആരാധിക്കുകയില്ല. വനസ്തഈനു ബിക വലാ നസ്തഈനു ബിസിവാക. നിന്റെ കൂടെ ഞാൻ ഒരാളോടും സഹായം തേടുകയില്ല, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നാണ്. ഇവിടെ പറഞ്ഞ ആരാധനയും ഇവിടെ പറഞ്ഞ സഹായതേട്ടവും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ആ ഇബാദത്തിലുമായി ഇസ്തിആനത്തിലും ഒരു പടപ്പുകൾക്കും പങ്കില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതാണ്. എല്ലാ ഇബാദത്തും ആരാധനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്തും അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ എന്ന ആ ഒരു സത്യം മനസ്സിനെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അവനല്ലാത്ത ശക്തികളൊക്കൊന്നും ഇതിനുള്ള അവകാശമോ കഴിവോ ഇല്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, അറിവോടുകൂടെയുള്ള ഒരു പ്രഖ്യാപനം. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകരെ, താങ്കൾ അറിയണം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നത് അറിയണം. മനുഷ്യന്മാർ പലതിനെയും ആരാധിക്കുന്നു, പലതിനെയും പൂജിക്കുന്നു, പലർക്കും വിശ്വാസവും പലർക്കും കഴിവുമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് പലതരത്തിൽ മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാർ തന്നെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവങ്ങളുമില്ല, ഒരു ശക്തിയുമില്ല. അള്ളാഹു മാത്രമാണ് അതിന് ശക്തിയുള്ളത് എന്ന ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിഞ്ഞുച്ചരിക്കാൻ സാധിക്കണമെന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. പിന്നീടാണ് വസ്തഗ്ഫിർ ലിദംബിക്, നീ നിന്റെ പാപങ്ങൾ അള്ളാഹിനോട് ഏറ്റുപറയണമെന്നത് അള്ളാഹിന്റെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇസ്തിഗ്ഫാർ നടത്തണമെന്ന കൽപ്പന പ്രവാചകന് കൊടുക്കും മുമ്പ് അള്ളാഹ് കൊടുത്ത കൽപ്പന ഫഅലം, നീ അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മരിക്കുന്നവന് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ചൊല്ലുന്നവനായിരിക്കണം? മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലയും അതിന്റെ തേട്ടവും അതിന്റെ ആശയവും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞ് വിശ്വസിച്ച് ഉച്ചരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വർഗ്ഗത്തിൽ പോവുക. അല്ലാതെ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധരവ്യായാമം നടത്തുന്നതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവുമില്ല. ശിർക്കൻ പൂജകളും ആരാധനകളും നിർവഹിക്കുകയും അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലുദ് ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂട്ടമായി ചൊല്ലുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം അതിന് വിരുദ്ധമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുന്നതോടൊപ്പമാണ് ഇത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അധികം ആളുകളും ശിർക്ക് വെച്ചുകൊണ്ടാണ് വിശ്വസിക്കുന്നത് ഖുർആൻ പറഞ്ഞില്ലേ? ആ ഒരു ഗണത്തിലായിരിക്കും അത്തരം ആളുകൾ പെടുക. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഉച്ചരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിബന്ധന ഇൽമാണ്, രണ്ടാമത്തെ നിബന്ധന യഖീനാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലിലും ഒക്കെയുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ നമുക്കൊരു ദൃഢവിശ്വാസമുണ്ടാകുമെന്നാണ്. യാതൊരുവിധ സംശയമോ സന്ദേഹമോ ഇല്ലാത്ത വിധം ഖുർആൻ പറഞ്ഞില്ലേ, ലാ റൈബ ഫീ, ഇതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ആയത്തായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദീന് പൂർണ്ണമായിട്ടും ക്ലാരിറ്റിയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ പിന്നെ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നത്? ദൈവമെന്ന് പറഞ്ഞാൽ രോഗിയെ സഹായിക്കുന്നയാൾ ദൈവമാണ്, റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നയാൾ ദൈവമാണ്, വിശന്ന് വലഞ്ഞു നിൽക്കുമ്പോൾ തന്റെ മുന്നിൽ ഭക്ഷണം നീട്ടിത്തരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് അയാളുടെ ദൈവം എന്ന് പറയുമ്പോൾ ദൈവമെന്ന സങ്കല്പവും അതിലുള്ള പ്രതീക്ഷയും അതിലുള്ള വിശ്വാസത്തെക്കുറിച്ചും തട്ടമിട്ട ഒരു പെൺകുട്ടിക്ക് തീരെ വിവരമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദീന് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെയാണ്, അതിലെനിക്ക് പല വിഷയത്തിലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വിവരമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ ദീനിൽ ഇൽമ് വർദ്ധിക്കുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിവ് വർദ്ധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്റ്റേജാണ് യഖീൻ എന്ന് പറയുന്നത്. പിന്നീട് അയാളെ സംശയത്തിലാക്കാനോ സന്ദേഹത്തിലാക്കാനോ ഒരാൾക്കും സാധിക്കില്ല. ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്കതിൽ യാതൊരുവിധ സന്ദേഹവും ഉണ്ടാവുകയില്ല എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അയഖനൂ വലം യശുക്കൂ എന്നാണ്. അതിൽ സംശയമില്ലാത്ത വിധം ദൃഢമായി അവർ വിശ്വസിക്കുന്നവരാണ്. എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലും പറയുന്ന ആൾക്കാർക്കും ആഖിറത്തിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ദീനിന്റെ ചില നിബന്ധനകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഇപ്പോഴും സംശയമുണ്ടാകാൻ കാരണം അവർ ഈ ഒരു ദറജയിലേക്ക് എത്തിയിട്ടില്ല. സുമ്മലം യർതാബു, അവർക്ക് പിന്നീട് സംശയം ഉണ്ടാകും. ഇസ്രാ മിറാജ് കഴിഞ്ഞിട്ട് മക്കാ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വീണ്ടും ഒരു കള്ളപ്രചാരണം നടത്തിയാൽ വിശ്വാസികളെ പിന്തിരിപ്പിക്കാനും അതിലേക്ക് ഒഴുകുന്നവരെ തടയാനും സാധിക്കുമെന്ന മിഥ്യാധാരണയിൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടല്ലോ. നാട്ടിലില്ലാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് വന്നപ്പോൾ മുഹമ്മദിന് ഭ്രാന്ത് മൂത്തിരിക്കുന്നു. എന്താ? ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് പലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലെത്തിയെന്നും അവിടെ നിന്ന് 7-ാം ആകാശത്തിൽ അങ്ങറ്റത്ത് ഇലന്തമരം സിദ്റത്തുൽ മുൻതഹ വരെ പോയി പടച്ചറബുമായി സംസാരിച്ച് തിരിച്ചു വന്നു, മക്കയിൽ തന്നെ എത്തിയെന്നും മുഹമ്മദ് പറയുന്നു. മുഹമ്മദിന്റെ ഭ്രാന്ത് മൂത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ട് ചെയ്ത റാവിമാർ സിഖത്തല്ലാതിരുന്നിട്ട് പോലും, പറഞ്ഞത് ശത്രുക്കളായിരുന്നിട്ട് പോലും അബൂബക്കർ ചോദിച്ചത് മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ എന്നാണ്. അതെ പറഞ്ഞു, എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അന്ന് മുതൽക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന് പേര് വിളിച്ചത്. സന്ദേഹമല്ല സഹോദരന്മാരെ, ആ 40 വയസ്സ് വരെ നിരക്ഷരനായി എഴുത്തും വായനയും അറിയാതെ ജീവിച്ച എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു അൽ അമീൻ 40-ാമത്തെ വയസ്സിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ദിവ്യപ്രോക്ത വചനങ്ങൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിരക്ഷരനെ കൊണ്ട് കഴിയാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ചരിത്രമുള്ള, സാഹിത്യമുള്ള, ശാസ്ത്രമുള്ള, ലോകത്തിന്റെ മുന്നിൽ നടക്കാൻ കെൽപ്പുള്ള ഒരു ഗ്രന്ഥത്തെ 1400 കൊല്ലം മുമ്പ് വെല്ലുവിളിച്ചിട്ട് ഇന്നും തത്തുല്യമായ ഒരു ഗ്രന്ഥം എഴുന്നള്ളിക്കാൻ ലോകത്ത് ബുദ്ധിജീവികളായി ചമയുന്ന പുരോഗമനവാദികളായിട്ട് ഈ ദീനിന്റെ അബദ്ധങ്ങളാണെന്ന് പറഞ്ഞിട്ട് കള്ളപ്രചാരണങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന, പല്ലും നഖവും ഉപയോഗിച്ച് ഈ മതത്തിലേക്കുള്ള ഒഴുക്ക് തടയാൻ വേണ്ടി ശ്രമിച്ച മുഴുവൻ ആളുകളെയും നിരാശരാക്കിക്കൊണ്ട് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഏറ്റവും അധികം അതിവേഗതയിൽ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മതമായിട്ട് ഈ മതം മാറുന്നുണ്ടെങ്കിൽ അത് ഈ ഇസ്ലാമിക മതത്തിന്റെ ഈ പ്രമാണത്തിന്റെ അതിന്റെ സത്യതയും വ്യക്തതയും കാരണത്താലാണ്. ഇപ്പോഴും അതിലൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ മതം പഠിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ യഖീനുണ്ടായിരിക്കണം, സംശയമുണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹു ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ഒരു സംശയവുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറച്ച് വിശ്വസിച്ച ഒരാൾ അയാൾ സ്വർഗത്തിൽ പോകാതിരിക്കില്ല എന്ന്. അപ്പൊ എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വർഗത്തിൽ പോകും പറഞ്ഞതിന്റെ അർത്ഥം? അതിൽ യാതൊരുവിധ സംശയവുമില്ലാതെ സന്ദേഹവുമില്ലാതെ പോകണം എന്നവർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മതിലിനപ്പുറത്ത് കാണുന്നവരോടൊക്കെ നീ പറഞ്ഞോ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചാൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്. പക്ഷെ എങ്ങനെ പറയേണ്ടത് അറിയോ? മുസ്തൈഖിനം ബിഹാ ഖൽബു, അവന്റെ ഹൃദയത്തിൽ ഉറച്ച
ഉറച്ച വിശ്വാസത്തോടുകൂടെ യഖീനോടുകൂടെ അവൻ പറയണം എന്നതാണ്. ശക്കില്ലാത്ത വിധം, സംശയമില്ലാത്ത വിധം ഉറച്ചു പ്രഖ്യാപിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടങ്ങളെ നമുക്ക് സംശയമില്ലാത്ത വിധം സത്യപ്പെടുത്താൻ സാധിക്കണം. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മൂന്നാമത്തെ നിബന്ധന ഇഖ്ലാസാണ്. അൽ മുനാഫി ലിശ്ശിർക്ക് വരിയാ, റിയാഉം ശിർക്കുമില്ലാതെ, അതായത് വലിയ ശിർക്കും ചെറിയ ശിർക്കും. റിയാ എന്നുള്ള ചെറിയ ശിർക്കാണ്. ലോകമാന്യതയില്ലാതെ പടച്ചറബിന്റെ അവകാശങ്ങൾ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കാതെ പ്യുവറായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ അള്ളാഹുവാണ് ആരാധനക്കാരനെന്ന് വിശ്വസിച്ചാൽ മതി. പിന്നെ ആരോടും എന്തും ചോദിക്കാം. അള്ളാഹുവിന്റെ കഴിവ് അതുപോലെ മഹാന്മാർക്കുണ്ട് എന്നാണ് ഉസ്താദുമാർ പറയുന്നത്. അള്ളാഹ്ക്ക് ഉള്ളത് പോലെ എന്ന് പറയാതെ അള്ളാഹ്ക്കുള്ള എല്ലാ കഴിവുമുണ്ട് എന്ന് പറയും. കാരണം ലൈസക മിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ആരുമില്ല എന്ന് ഖുർആനിൽ പറഞ്ഞുകൊണ്ട് പോലെ ഉപയോഗിക്കുക. അള്ളാഹിനെ പോലെ ചെയ്യില്ല, അള്ള ചെയ്യുന്നതെല്ലാം ചെയ്യും മഹാന്മാർ എന്നതാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും വിശ്വാസം. സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരുത്തന്റെ ഹൃദയത്തിൽ പടച്ചറബല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അതാണ് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഞാൻ കാണുമെന്ന് അദ്ദേഹത്തെക്കുറിച്ചാണ് കള്ളം പാടിവെച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ എന്താ? ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹനെ അല്ലാതെ ഒരുത്തനെയും നീ ആരാധിക്കരുതെന്ന്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് ഒരു നൂലോ ഒരു തകിടോ അവിടെ ഒരു ശക്തിയുണ്ട് ഇവിടെ ഒരു ശക്തിയുണ്ട്, ആ ഉസ്താദിന് എന്തൊരു അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ വിദ്യാസമ്പന്നരായ ആളുകൾ അപ്പുറത്തേക്കും പോകുന്നുണ്ട്. അവിടെ എന്താണ് പറയാനുള്ളത്? ശിർക്കും ഖുറാഫാത്തുമാണ്. തെളിഞ്ഞ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിവരക്കേട് പറയുമ്പോൾ ഏറ്റവും നല്ല അക്കാഡമിക് പ്രൊഫൈലുള്ള ആളുകൾ എങ്ങനെയാണത് വിശ്വസിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? ഒരു ആയത്തും ഒരു ഹദീസും ഓതാതെ യൂട്യൂബിൽ കയറി നിന്നിട്ട് പല തത്വങ്ങളും പറയുമ്പോൾ, പല ആശയങ്ങളും പറയുമ്പോൾ ആരെങ്കിലും ഒരു നെട്ടലുള്ള ഒരുത്തൻ എണീറ്റ് നിന്ന് എന്താണ് ഇതിന് തെളിവ് എന്ന് ആ ഉസ്താദിനോടൊന്ന് ചോദിക്കാനുള്ള കെൽപ്പ് പോലും കാണിക്കാതെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ്ക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കലാണ്. അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, പരലോകത്തിന്റെ ശഫാഅത്ത് കിട്ടും. ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായിട്ട് പറയണം. ഇവിടെ ഇഖ്ലാസിനെ ഷർത്താക്കി വെച്ചിരിക്കുക. എന്താ ഖാലിസ് എന്ന് പറഞ്ഞാൽ? മനസ്സിൽ ഒരു ചെറിയ അളവ് പോലും ശിർക്കോ ലോകമാന്യതയോ ഉണ്ടാവാൻ പാടില്ല. എനിക്കെന്റെ പടച്ച റബ്ബ് മതി. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദാൻ, അള്ളാഹുവിനെ ആരാധിച്ചും അവന് വഴിപ്പെട്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചും അവൻ വിലക്കിയത് മാറ്റിവെച്ചും ജീവിക്കുന്ന ആളുകൾക്ക് സംരക്ഷകനായി, സഹായിയായി, തുണയായി, പ്രൊട്ടക്ഷനായി പടച്ചറബ് പോരെ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. മനസ്സിലായി? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, നന്മകൾ ലഭിക്കാനും തിന്മകൾ തടയപ്പെടാനും എനിക്കെന്റെ പടച്ചറബിനെ മാത്രമേ ഞാൻ ആശ്രയിക്കൂ എന്ന് വിശ്വസിച്ച് അള്ളാനെ ഏൽപ്പിക്കണോന് അല്ല മദീന ഖുർആൻ പറഞ്ഞു. പിന്നെ എന്തിനാണ് വിശ്വാസികൾക്ക് ഇക്കണ്ട ജാറങ്ങളും ഇക്കണ്ട കച്ചവട കേന്ദ്രങ്ങളും ആത്മീയ വാണിഭ സംഘങ്ങളുടെയൊക്കെ ആവശ്യം എന്തിനാണ് സുഹൃത്തുക്കളെ? കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഒരു വിശ്വാസിക്ക് ഒരു പരിധിയിലപ്പുറമൊന്നും ചെലവില്ല. എന്ത് ദീൻ ആചരിക്കാൻ ഏത് പാവപ്പെട്ടവനും പറ്റും. ഇത് പൈസക്കാർക്ക് മാത്രമേ ഇത് പറ്റൂ എന്നുള്ള കോലത്തിൽ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പൈസയുടെ ആവശ്യങ്ങൾ ഉണ്ടാക്കി വരുമാനമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പറ്റം ആളുകൾ കച്ചവടവുമായി ഇറങ്ങി തിരിച്ചേക്കും. എന്താ? ഡാൻസ് കളിക്കുക, ദിക്റാണത്ര. പള്ളിയിൽ കൂട്ടം കൂടി നിന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. ഉസ്താദ് അതിന്റെ പിന്നാലെ ആദ്യം ഉസ്താദ് പാഞ്ഞു കാണിക്കും. ഇതൊക്കെ എന്ത് ഇസ്ലാമാണ്? ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് അറിയാവുന്ന കാര്യമല്ല ഇത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്ത് കൈകെട്ടി വെച്ച് ആയത്തോതിയിട്ട് ചട്ടി തിളക്കുന്നത് പോലെ ആയത്തിന്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കയറിയിട്ട് പ്രവാചകന്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഞരക്കം കേൾക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നാൽ കരഞ്ഞു പോകുമായിരുന്നു. ഇതാണ് ദീന്. ഈ തഖ്വയുടെ, ഈ വറഇന്റെ, ഈ ഖുശൂഇന്റെ, പടച്ചറബിനുള്ള അടങ്ങാത്ത സ്നേഹത്താൽ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്ന ദീനിനെ കൊണ്ടുപോയിട്ട് ആളുകൾ ചവറാക്കി മാറ്റിയിട്ട് പരിഹസിക്കാനും കബളിപ്പിക്കാനും ഈ ദീനിനെ വിട്ടെറിഞ്ഞു പോയിട്ട് ഇതും അന്ധവിശ്വാസമാണ്, അതും അന്ധവിശ്വാസമാണ്, എല്ലാ ദൈവവിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് പറയിപ്പിക്കാൻ കുറച്ച് ഒരു പരിധിവരെ കാരണക്കാർ ഈ ഉസ്താദുമാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആൾക്ക് ചാവി എടുക്കാൻ മറന്നുപോയി, ഇനിയിപ്പോ തിരിച്ചു പോയാൽ അത് മുടങ്ങോ? എന്താ നമ്മളെ വിശ്വാസം? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് പറഞ്ഞോന് പിന്നെ എന്താ മടങ്ങാൻ ഒരു പ്രയാസം? എന്തെങ്കിലും ജന്തു ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്കൊരു പേടി അല്ലെ? അത് ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് പേടി, അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നം അല്ലെ? കിട്ടുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാണ്. എന്തോ ഉണ്ട്, ഓനെന്തെങ്കിലും ഭൗതികമായൊരു കാരണം വേണം. സുഹൃത്തെ, ഒരു വിശ്വാസിയാണോ? വിശ്വാസി പറയുന്ന വാക്കെന്താ അറിയോ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതൊക്കെ വിശ്വാസിന്റെ തൊള്ളിയിൽ നിന്ന് വരിക. അല്ലാതെ ഭൗതികമായിട്ട് അതിന്റെ കാരണം എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അവിടെ എന്തുണ്ടോ, ഇവിടെ എന്തുണ്ടോ, ഇതൊന്നും നോക്കിയടക്കേണ്ട പണി ഞമ്മക്കാർക്കില്ല. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവനാണ്. കാരണം ഓന്റെ മനസ്സിൽ അല്ലാഹ് മാത്രമുള്ളൂ. ആ ഒരു ഇഖ്ലാസ് എന്ന നിബന്ധനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മൂന്നാമതായി പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൽമുണ്ടായിരിക്കുക, ദൃഢമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക, ശിർക്കും റിയാഉം കലരാതെ ഇഖ്ലാസ് ഉള്ളവരായിട്ട് പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം പടച്ചോനെ മാത്രം ആരാധിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഷർത്ത്. അല്ലാഹു ഷർത്തുകൾ പാലിച്ച് തൗഹീദ് പ്രഖ്യാപിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു തൂണ് നാട്ടിയാല് നമ്മൾ കല്ലും മണ്ണൊക്കെ ഇട്ട് കുത്തി ഉറപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പണി അതൊന്ന് പിടിച്ചിങ്ങനെ കുലുക്കി നോക്കും, അല്ലേ? അത് ഉറച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പ്രഖ്യാപിക്കുമ്പോൾ പടച്ചറബ് സുബ്ഹാനഹു വ തആല ഒന്ന് നമ്മളൊന്നിങ്ങനെ കുലുക്കി നോക്കും. അത് നമ്മളെ മാത്രമല്ല, എല്ലാവരെയും. സുൽസിലൂ എന്നാണ് ഖുർആൻ, അവരെ പിടിച്ചു കുലുക്കിന്നാണ്. എന്തിന്? സ്വർഗത്തിന് വേണ്ടി ഈമാൻ സ്വീകരിച്ച് പടച്ചറബിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ അവര് സത്യസന്ധമായിട്ടാണോ ഈ പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടി. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പണ്ഡിതന്മാർ വെച്ച ഒരു ഷർത്താണ് സിദ്ഖ്, സത്യസന്ധമായിട്ടായിരിക്കണം. ഒരു ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവം ഭയന്നിട്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം ആവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, എന്നാ അത് കിട്ടും ഇത് കിട്ടും, അതിനുവേണ്ടി ഒരാളും ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്താ ലവ് ജിഹാദ്, പിന്നെ പലതരത്തിലുള്ള ലഹരി കൊടുത്തിട്ടുള്ള ജിഹാദ്, പ്രണയം കൊണ്ടുള്ള ജിഹാദ്, അല്ലെ? ഇസ്ലാമിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇസ്ലാമിന്റെ ബേസ് അറിയണ ഒരാളും അത് പറയില്ല. കാരണം ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ ഇഖ്ലാസോടുകൂടെ വരണം, സത്യസന്ധമായിട്ട് വരണം. ഒരാളെ പേടിച്ചിട്ടോ ഒരാളിൽ നിന്ന് കിട്ടാനുള്ളത് ആഗ്രഹിച്ചിട്ടോ ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇസ്ലാമിക് ബൗണ്ടറിയിൽ നിന്നോ മുസ്ലിം സംഘടനകളോ ഒരിക്കലും നടത്തൂല. പിന്നെ അവരത് ചെയ്യുന്നുണ്ട്, ഗർവാപ്പസിയും അതുപോലെ തന്നെയുള്ള പല സംഗതികളും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് അറ്റൻഷൻ വരാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നിട്ട് കൊഞ്ഞനം കുത്തുന്ന പരിപാടി എല്ലാവർക്കും, ചോറ് തിന്നുന്നവർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ ഇങ്ങനെ പ്രഖ്യാപിക്കണോണ്ടൊരു കാര്യമില്ല. അത് സത്യസന്ധമായിട്ട് കളവില്ലാത്ത വിധത്തിൽ നമ്മൾ പ്രഖ്യാപിക്കണം. അതാ വിശുദ്ധ ഖുർആൻ മുനാഫിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞു. മുനാഫിക്കിന് വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് അറിയാം. അപ്പൊ അല്ലാഹ് ഓലെ ട്രോളിയിട്ട് പറയാ, അല്ലാഹു വല്ലാഹു യഅലമു ഇന്നക റസൂല, നബി അല്ലാഹ്ക്കറിയാം നിങ്ങളുടെ റസൂലാണ്, ഓലെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അല്ലാഹു സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കപട വിശ്വാസികൾ അവർ കള്ളന്മാർ തന്നെയാണ്, അവർ കളവ് പറയുന്ന ആൾക്കാരാണ്. അവർ വിശ്വാസികൾ കാണുമ്പോൾ പറയും ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, അപ്പുറത്ത് വിടാം ഞമ്മക്കൊന്നും കുഴപ്പമില്ല, ഓലപ്പോ നിൽക്കുമ്പോൾ അങ്ങനെ പറയും, ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ പറയും. സുഹൃത്തിനെ നിറല്ലാത്ത ഒരാളല്ല, ഇരട്ടമുഖമുള്ളവനല്ല, രണ്ട് തോണിയിൽ കാലിടുന്നവനല്ല, മുദബ്ദബീന ബൈന ദാലിക് വലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ, അതിലും ഇതിലുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവന്റെ പേരല്ല മുഅ്മിൻ. മുഅ്മിൻ വേരുറച്ച ഒരു വൃക്ഷം പോലെയാണ്. അവന്റെ വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു പരിപാടിയില്ല. അത് സത്യസന്ധമായി പ്രഖ്യാപിക്കുകയും അത് നിലനിർത്തുകയും. മുനാഫിക്കുകൾ എന്താ? അവർക്ക് വല്ല ഏണിങ്സും കിട്ടിയാലോ ഒരു ഭയങ്കര സംതൃപ്തരാകും. അവർക്ക് വല്ല മിസ്സായാലോ അവര് തിരിഞ്ഞു പോകും, ദീനന്നെ ഒഴിവാകും. എന്ത് ദീനാത്? ദീനം നോക്കി നടന്നിട്ടിപ്പോ ഒന്നും നടക്കൂലാണ്ട് ഒക്കെ വലിച്ചെറിഞ്ഞു. കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. പടച്ചവനോട് സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കുറെ ആൾക്കാരുണ്ട്. മിനിമം അവർ ചെയ്യേണ്ടത് അള്ളാന്റെ ഭൂമിയിൽ നിന്ന് പുറത്തു പോയിട്ട്, അല്ലെ, ഇവിടെ വായുവും വെള്ളവും സകലതും ചെയ്തെന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചോന്റെ ഭൂമിയിൽ നിന്നിട്ട് പടച്ചോനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ സുഹൃത്തുക്കളെ, അള്ളാനെ ആശ്രയിക്കാതെ ഒരുത്തിനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനോട് ഈർഷ്യത ഒന്നുമില്ല. ഖുർആൻ പറയണം എന്ത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പുള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, നിങ്ങൾ സത്യസന്ധന്മാരാരാണെന്നും കള്ളന്മാരാരാണെന്നും പരിശോധിക്കണം. എന്തേ എനിക്കങ്ങനെ ഉണ്ടായി? ഞാൻ നിസ്കരിക്കുന്ന ആളാണല്ലോ, ഞാൻ ദീന് പാലിക്കുന്ന ആളാണല്ലോ. സുഹൃത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുക്കുന്ന ആള് പ്രവാചകന്മാരാണ്. ലോകത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകന്മാരാണ്. അതുപോലെ കുറ്റ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കാൻ അള്ളാഹു പരീക്ഷിക്കും. സാമ്പത്തികമായി, ശാരീരികമായി, കുടുംബപരമായി, സാമൂഹികമായി ഒക്കെ പരീക്ഷിക്കും. വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളെ പരീക്ഷിക്കാതെ വിടും നിങ്ങൾ വിചാരിക്കേണ്ടതാണ്. അപ്പൊ പരീക്ഷ ഉണ്ടാവും. ഇതെന്തിനാണ്? സത്യസന്ധമായിട്ടാണോ ഈ ഈമാൻ പ്രഖ്യാപിച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുൻഗാമികൾക്ക് എത്ര പ്രയാസപ്പെട്ട്
അവരാരും ചാഞ്ചാടിയില്ല സഹോദരന്മാരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സാദിഖൻ മിൻ ഖൽബി ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാണെന്നും സത്യസന്ധമായി ഹൃദയത്തിൽ നിന്ന് പ്രഖ്യാപിച്ചാൽ അവൻ അല്ലാഹു നരകം ഹറാമാക്കാതിരിക്കുകയില്ല. സത്യസന്ധമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ ആ ആളെ നരകം കരിക്കൂല, അയാൾക്ക് നരകം ഹറാമാണ്. അതുകൊണ്ട് സിദ്ഖുണ്ടാവുക എന്നുള്ള, സത്യസന്ധമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് 4ാമത്തെ ഷർത്ത്. 5ാമത്തെ സുഹൃത്തുക്കളെ മഹബ്ബത്താണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തേട്ടത്തോട്, ഈ ദീനിനോട്, ദീനിന്റെ നിയമങ്ങളോട്, ദീനിന്റെ ശാസനകളോട്, ദീനിന്റെ കൽപ്പനകളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകണം. അള്ളാഹുവിനോടൊരു ഇഷ്ടം, അള്ളാഹുവിന്റെ റസൂലിനോടൊരു ഇഷ്ടം, അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട്, അള്ള ഇഷ്ടപ്പെട്ട സംഗതികളോട്, അള്ള ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്, അള്ള ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളോട് നമുക്കൊരു ഹബ്ബുണ്ടായിരിക്കണം. ദീനിനോടും ദീനിന്റെ ആളുകളോടും മുഅ്മിനീങ്ങളോടും പ്രവാചകനോടും ഒന്നും നമുക്കൊരു വെറുപ്പുണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ശിർക്കിനോടും ശിർക്കിന്റെ ആളുകളോടും അത്തരം ആചാരങ്ങളോടും നമുക്ക് എതിർപ്പും ഉണ്ടാകണം. ഇതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അവിശ്വാസികൾ അവർ അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്ഥാപിച്ചിരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ അവർ അവരെ സ്നേഹിക്കാൻ. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെ ആയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് അയാൾ ആദ്യം നോക്കുക, എന്റെ പടച്ചോന് ഇഷ്ടപ്പെടും ഈ വസ്ത്രം, ഈ രൂപം, ഈ പ്രവൃത്തി, ഈ ആക്ടിവിറ്റി, എന്റെ ഈ വരുമാനം എന്റെ പടച്ചോന് ഇഷ്ടമുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും അയാളുടെ ഇഷ്ടം, അള്ളാഹ്ക്ക് വെറുപ്പുള്ളതായിരിക്കും വെറുപ്പായിരിക്കും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഷ്ടപ്പെട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ അയാളുടെ മുമ്പിൽ അള്ളയാണ് സബ്ജക്റ്റ്. അള്ളാന്റെ ഇഷ്ടവും അള്ളാന്റെ പ്രീതിയും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിനോടുള്ള ഇഷ്ടവും അതിനോടായിരിക്കും. ഇപ്പൊ എന്താ ആൾക്കാർക്ക് ദീൻ പാലിച്ച് നടക്കുന്ന ആൾക്കാരോടൊരു ദേഷ്യ അല്ലേ, ഓരൊരു പുച്ഛ, ഓനൊരു മൊയന്തൻ എന്നുള്ള അർത്ഥത്തിലാണ് ആൾക്കാർ കാണുന്നത്. സുഹൃത്തുക്കളെ, ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആള് മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നവനാണ്, പ്രവാചകനെ സ്നേഹിക്കുന്നവൻ, അള്ളാഹിനെ സ്നേഹിക്കുന്നവൻ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തായിട്ട് പണ്ഡിതന്മാർ എണ്ണിയ 5ാമത്തെ കാര്യം അൽ മഹബ്ബ. 6ാമത്തത് അൽ ഖബൂൽ, സമ്പൂർണമായിട്ട് ഈ ദീനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. സമ്പൂർണമായിട്ട് സ്വീകരിക്കുക. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് അത് സ്വീകരിച്ച് അത് ഉൾക്കൊള്ളുക എന്നുള്ളത്. യാതൊരു തരത്തിലുമുള്ള തർക്കില്ലാത്ത കോലത്തിൽ നാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോൾ ഖൽബ് അതിനെ സമ്മതിച്ച്, അവയവങ്ങൾ അതിനെ തെളിയിച്ച്, അല്ലാഹു എന്താണോ നമ്മളോട് ആഹ്വാനം ചെയ്തത് അതിന് ഉപേക്ഷ വരുത്താതെ മുന്നോട്ട് പോവാന്നുള്ളത്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് ആളുകളെ സഹായിച്ച രക്ഷിച്ച കഥകൾ പറയുന്നുണ്ട്. എന്തേ അവരെ രക്ഷിക്കാൻ കാരണം? കദാലിക ഹഖ്ഖൻ അലൈന നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ ഞാൻ സഹായിക്കും. മല പോലത്തെ തിരമാലകൾക്കിടയിലൂടെ നൂഹ് നബിയുടെ കപ്പലിൽ അള്ളാഹു നൂഹ് നബിയെയും വിശ്വാസികൾ രക്ഷപ്പെടുത്തി. എന്തേ കാരണം? അവർ മുഅ്മിനീങ്ങളാണ്. വെറുതെ ഈമാൻ പറഞ്ഞ ആൾക്കാരല്ല. ആ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിച്ച് അതിന്റെ എല്ലാ കൽപ്പനകളും സ്വീകരിച്ച ആളുകളാണ് ആ ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാന്റെ സഹായം ഉണ്ടായി. എന്നാൽ മുശ്രിക്കുകൾക്ക്, ശത്രുക്കൾക്ക് അള്ളാന്റെ ശിക്ഷയും ഉണ്ടായി. കാരണം എന്താ? അവരോട് ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം നടിച്ച് അവർ തിരിഞ്ഞു പോകും. ഞങ്ങളുടെ കാരണവന്മാരുടെ മാർഗം, ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുകയോ ഇല്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപേക്ഷിച്ചു, സ്വീകരിച്ചില്ല, വിഗ്രഹങ്ങളെ സ്വീകരിച്ചു. വിശ്വാസികൾ വിഗ്രഹങ്ങളെ ഒഴിവാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു. അതുകൊണ്ട് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും അതിന്റെ സംരക്ഷണങ്ങൾ കൊടുത്തു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് 6ാമത്തെ നിബന്ധന. 7ാമത്തെ സുഹൃത്തുക്കളെ, പൂർണ്ണമായിട്ട് കീഴൊതുങ്ങുക. വമൻ യുസ്ലിം വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ, അല്ലാഹുവിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞ് പടച്ച റബ്ബിന് കീഴൊതുങ്ങുക. അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തായിട്ട് ഈ ഒരു ഇസ്ലാമിനെ, ഈ ഒരു കീഴൊതുക്കത്തെ, ഇൻഖിയാദിനെ പണ്ഡിതന്മാർ എണ്ണിയിരിക്കുകയാണ്. എന്താണോ ദീനിന്റെ നിയമങ്ങൾ, എന്താണോ ദീനിന്റെ കൽപ്പനകൾ, അത് പൂർണ്ണമായിട്ട് എതിർക്കാതെ, ചോദ്യം ചെയ്യാതെ അംഗീകരിച്ച് കീഴൊതുങ്ങി അത് സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ വിനയം കാണിക്കുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തിൽപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരുടെ ചരിത്രം, നമ്മുടെ സ്വഹാബത്തിന്റെ ചരിത്രം, അവരെല്ലാം അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാമിന്റെ കൽപ്പനകൾ എന്താണോ അതിനനുസരിച്ച് കീഴൊതുങ്ങുകയാണ് ഉണ്ടായത്. ഇബ്രാഹിം നബിയോട് അസ്ലിം എന്ന് പറഞ്ഞു, ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു പറഞ്ഞോടുകൂടെ പിന്നെ അള്ള പറഞ്ഞ എല്ലാ കൽപ്പനയും നടപ്പിലാക്കുകയാണ്.
അല്ലെ? പ്രായത്തിന്റെ അങ്ങേ ദശകത്തിൽ കിട്ടിയ കുഞ്ഞിനെ കൊണ്ടുപോയി അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ, പൊന്നുമോനെ എന്താ നിന്റെ അഭിപ്രായം? ഇഫ്അൽ മാ തുഅ്മർ, ഉപ്പ എന്താണോ അല്ലാഹ് കൽപ്പിച്ചത് അതുപോലെ ചെയ്യൂ എന്നാണ് ഒരു വിശ്വാസിയുടെ നാവെന്ന് വരുന്നത്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടാനുള്ളതൊന്നല്ല സുഹൃത്തുക്കളെ. നമ്മുടെയൊക്കെ വിശ്വാസം എന്താണ്? ഈ വിശ്വാസമില്ലാത്ത കുറെ ആളുകളുടെ ഷോർട്സും റീൽസും ക്ലിപ്പൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ നമ്മുടെ ഈമാനിനെ മെയിൻറ്റെയിൻ ചെയ്തു പോണത്. എന്നിട്ട് ഞാൻ മുസ്ലിമൊക്കെ തന്നെയാണ്, പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് അങ്ങനൊന്നും എനിക്ക് വിവരമില്ല, ഞാൻ അങ്ങനത്തെ വിശ്വസിക്കണമില്ല. എന്തപ്പം നമ്മൾ മനസ്സിലാക്കി? ഒരു 10-60 കൊല്ലത്തെ ഈ ദുനിയാവിലെ ജീവിതത്തിനപ്പുറത്ത് വിശാലമായൊരു ലോകം വരാനിരിക്കുന്നു. അവിടെ വിശ്വസിക്കാൻ, അവിടെ വിജയിക്കാൻ ഉള്ളതാണ് ഈ ദീന്, അവിടെ വിജയിക്കാൻ ഉള്ളതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ യാതൊരു സംശയവുമില്ല. ആ വിശ്വാസം ഒരു അയലുമ്മ കോയി ഏറിയമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കണ പരിപാടി പറ്റൂല. ദൃഢവിശ്വാസത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കും വിധം ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അറിഞ്ഞു മനസ്സിലാക്കി ഉറച്ച് വിശ്വസിച്ച് ശിർക്കും റിയാഉമില്ലാതെ പരിപൂർണമായി കീഴൊതുങ്ങി സത്യസന്ധമായി ഇതിനെ പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഗുണം ദുനിയാവിലും പരലോകത്തും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അറിയാം ഈ SIR-ന്റെ ഒരു സമയമാണ്. സമയപരിധി നീട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രേഖകൾ പെട്ടെന്ന് ഈ പറയപ്പെടുന്ന ആളുകളിലേക്ക്, BLOമാരിലേക്ക് പെട്ടെന്ന് തെറ്റുകൂടാതെ ഫില്ല് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ആരും വലിയ ആധിയും ആശങ്കയും ഒന്നും വെക്കേണ്ടതില്ല. ഇത് ദുനിയാവാണ്. ഈ ദുനിയാവ് നമ്മുടെ മുമ്പിൽ താൽക്കാലികമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നിഷ്കളങ്കമായി നിഷ്കപടമായി നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ചാൽ വിജയം പടച്ച റബ്ബ് ഈമാനുള്ളവർക്ക് നൽകും. വൽ ആഖിബത്തു ലിത്തഖ്വ, മുത്തഖികൾക്കാണ് ആ പര്യാവസാനമുള്ളത്, നല്ല പര്യാവസാനമുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കുകയോ ആധിയിലാവുകയോ അങ്ങനെയാവോ എന്നൊന്നും വിചാരിച്ച് ആരും ബേജാറാവൊന്നും വേണ്ട. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ അവരെ ഭയക്കണ്ട, നിങ്ങൾ എന്നെ ഭയന്നാൽ മതി. ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ അവരെ പേടിക്കണ്ട, നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി എന്ന് ഖുർആൻ പറയുമ്പോൾ, സുഹൃത്തുക്കളെ, മനസ്സ് പേടി വരുമ്പോൾ മനസ്സിനോട് പറയേണ്ടത് പേടിക്കാൻ സൗകര്യമില്ല എന്നാണ്. കാരണം നമ്മൾ മുഅ്മിനീങ്ങളാണ് ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ളത്, ഇസ്സത്തുള്ളവർ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹവും നമ്മിൽ വർഷിക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അല്ലാഹു തടയുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. പടച്ചറബിന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ സത്യവിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രാജ്യത്ത് സ്വതന്ത്രവും അമ്നും അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തുടനീളം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി അതിലൂടെ സാമ്പത്തിക ലാഭവും ഭൗതികാഭിവൃദ്ധിയും തേടാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഖൈറായ നിലക്ക് കെട്ടിപ്പടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ശീലിച്ചുപോയ എല്ലാ ഹറാമുകളെയും വലിച്ചു പറിച്ചു മാറ്റിയിടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.